ഭഗവത്ഗീതയുടെ സയൻറ്റിഫിക് ടെമ്പർ. നമ്മൾ എവിടെയാണ് ഭഗവത്ഗീത ഉപയോഗിക്കുന്നത്? ചിന്തകളിൽ. കൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീതയിൽ അർജുനനെ അറിയാൻ പാടില്ലാത്ത എന്തോ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അത്. അല്ലാതെ ഭഗവത്ഗീതയുടെ ആവശ്യം അവിടെ ഇല്ല. അർജുനൻ അതറിയില്ല. 3-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം തോന്നുന്നു. ഞാൻ 4 അധ്യായം വരെ ക്ലബ് ഹൗസിൽ എൻ്റെ വ്യാഖ്യാനം കൊണ്ടുവന്നപ്പോൾ കിട്ടുന്നത് വിറച്ചു എല്ലാവരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് യാതൊരു ബന്ധമില്ല. 1-ാം അധ്യായത്തിൻ്റെ ഫോളോ അപ്സാണ് 2-ാം അധ്യായത്തിൽ, 2-ാം അധ്യായം 3-ാം അധ്യായത്തിൽ ഫോളോ ചെയ്യുന്നു. ഇങ്ങനെ പോയിക്കൊണ്ട് ഇങ്ങനെ 18 അധ്യായം പോയിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ 1-2 അധ്യായം കഴിഞ്ഞോടുകൂടി സാഖ്യവും ബുദ്ധിയോഗവും പറഞ്ഞോടുകൂടി സിനിമ മാറി. ഇത് സാധാരണ മനുഷ്യന് ഉപയോഗിക്കേണ്ട ഒന്നല്ലത്. നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നത് യോഗാവസ്ഥ. കർമ്മം ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ കർമ്മത്തിൽ മാത്രം ഉറച്ചു നിൽക്കുക. ആ ആത്മാവിനെ വാളുകൊണ്ട് വെട്ടാൻ പറ്റില്ല, തീ കൊണ്ട് കത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം. നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മളുടെ സത്യം. അപ്പോൾ അർജുനന് എന്തോ അറിയാൻ പാടില്ലാത്ത എന്തോ ധനുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം അതിൽ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഭഗവത്ഗീത മൊത്തം മുക്തിമാർഗം മൊത്തം വരുന്നത് നേരെ പിടിക്കുകയാണ്. ഈ ശ്രീരാമൻ പറഞ്ഞു വെച്ച 4 മുക്തിമാർഗത്തിലേക്കും അതിൻ്റെ ക്രിയാപദ്ധതിയിലേക്കാണ് പോകുന്നത്. വേദക്രിയകളിലേക്കാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തും കഴിക്കാം, എന്തും ചെയ്യാം. 9-27 ഒറ്റ ശ്ലോകം മതി ഇന്നത്തെ ബ്രാഹ്മണിക്ക് ലേജ് എടുത്ത് കാറ്റിക്കളയാൻ. നീ എന്ത് വേണേൽ കഴിച്ചോ, നിനക്ക് വിശക്കുന്നത് നീ എന്ത് വേണേൽ കഴിച്ചോ, അത് എനിക്ക് അർപ്പിച്ചുകൊണ്ടായിരിക്കണം എന്നെ അതിൽ കൃഷ്ണൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഭഗവത്ഗീതയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താ? സുഖദുഃഖങ്ങളില്ലാതെ ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ്. നമ്മളുടെ നിത്യമായി നമ്മുടെ കർമ്മം ചെയ്യുന്ന സമയത്ത് ആ കർമ്മം മാത്രമാണ്. ആ കർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. മുന്നിൽ നിൽക്കുന്നതൊന്നും നീ അസ്ത്രം എയ്യുന്നേയുള്ളൂ. ഈ അസ്ത്രം പോയി കൊണ്ടാവും മരിക്കുന്നത്. നിൻ്റെ കഴിവല്ല. അതായത് നിനക്ക് കർമ്മത്തിന് അധികാരമുണ്ട്, പക്ഷെ അതിൻ്റെ ഫലം നീ ആഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഫലം നീ ചെയ്യുന്നതുകൊണ്ടല്ല നടക്കുന്നത്. അത് പോയിൻ്റാ, കൊളുത്തിട്ടുള്ള പോയിൻ്റാ കർമ്മണ്യവാധികാരത്തെ എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അടുത്ത നീ ഇതിൻ്റെ നിഷ്ക്രിയത്വം പാലിക്കുക. നിഷ്ക്രിയത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മാർഗത്തിലേക്കുള്ള കർമ്മം നിഷ്കാമമായിട്ട് ചെയ്യാൻ, ഒന്നും നോക്കണ്ടെന്ന് പൂശിക്കൊള്ളാനായി പറയണേ. ഇത് ഒരു സയൻറ്റിഫിക് ടെമ്പറുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഒരു പട്ടാളക്കാരനും ഇതിൽ നിന്ന് 2-3 പോയിൻറ്റ്സ് എടുക്കാം, 1-2 അധ്യായത്തിൽ എടുക്കാം. ബാക്കിയുള്ളതൊന്നും നിങ്ങൾക്കുള്ളതല്ല.